ഹായ് ഫ്രണ്ട്സ്, ഞാനൊരു 3 മാസത്തിന്റെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. സമയത്തിന്റെ അഭാവമാണ് മെയിനായിട്ടുണ്ടായിരുന്നത്. എന്നാൽ തന്നെ എല്ലാ ദിവസവും മാർക്കറ്റിൽ വരുന്ന ഡാറ്റ അനലൈസ് ചെയ്യാനും ഡാറ്റ കണ്ടർ ചാനലിൽ എല്ലാ ദിവസത്തെ അപ്ഡേറ്റ്സ് ഇടാനും ഞാൻ ശ്രദ്ധിച്ചിരുന്നു. കാരണം മാർക്കറ്റുമായിട്ട് എപ്പോഴും അടുത്ത് നിൽക്കാനും അതിനെ പഠിക്കാനുമുള്ള ഒരു പാഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഈ അടുത്ത സമയത്ത് കഴിഞ്ഞ ആഴ്ച മുതൽ നല്ലോണം വ്യൂവർഷിപ്പ് ഇവിടെ കൂടുകയുണ്ടായിരുന്നു ഈ ചാനലിൽ. അപ്പം ഏകദേശം 500ഓളം പുതിയ ആൾക്കാർ ഗ്രൂപ്പിൽ ചേരുകയുണ്ടായി. അപ്പം അവർക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് കൊടുക്കാൻ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടായി. അതുകൊണ്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ ആരോ എനിക്ക് വേണ്ടി പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് അത് ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എങ്കിൽ തന്നെ ഈ അവസരത്തിൽ അദ്ദേഹത്തോട് പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ എന്റെ വീഡിയോകൾ ക്ഷമയോടെ കാണാൻ ശ്രമിക്കുന്നതിനും പ്രത്യേക നന്ദി പറയുന്നു. ഈ ചാനലിൽ പറയുന്ന ഒരു ഷെയറും വാങ്ങുകയോ വിൽക്കുകയോ ഉള്ളതിനേക്കാളേറെ ഒരു കമ്പനിയെ കുറിച്ച് കൂടുതൽ അറിയാനും അതിനുള്ളിൽ വരുന്ന ഡാറ്റയെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ അനലൈസ് ചെയ്യാറുള്ളത്. അപ്പോ അതാണ് കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ഷെയർ ബിർള കോർപ്പറേഷൻ ആണ്. അവര് സിമെന്റ് ഇൻഡസ്ട്രിയിലുള്ള ഒരു മെയിൻലി സിമെന്റ് ഇൻഡസ്ട്രിയാണ് അവരുടെ പ്രൊഡക്റ്റ്. 1919 എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു കമ്പനിയാണ്. ഇവർക്ക് മാനുഫാക്ചറിങ് ഓഫ് സിമെന്റ്, ജൂട്ട്, അതുപോലെ തന്നെ അയൺ ആൻഡ് സ്റ്റീൽ കാസ്റ്റിംഗ് ഒക്കെയാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഇത്. അതിൽ സിമെന്റ് ആണ് ഏറ്റവും കൂടുതൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവർക്ക് MP-യിൽ 2 മാനുഫാക്ചറിങ് യൂണിറ്റും UP-യിൽ 2 മാനുഫാക്ചറിങ് യൂണിറ്റും രാജസ്ഥാനിലും വെസ്റ്റ് ബംഗാളിലും മഹാരാഷ്ട്രയിലും ഓരോ മാനുഫാക്ചറിങ് യൂണിറ്റ്സും ഉണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഗ്ലോബൽ ജയന്റ്സ് ആയിട്ടുള്ള ജോയിന്റ് വെഞ്ചേഴ്സും ഉണ്ട്. റിലയൻസ് സിമെന്റ് 100% അവർ അക്വയർ ചെയ്തിരുന്നു. അത് മൂലം അവർക്ക് 10 മില്യൺ ടൺ പെർ ആനം എന്നുള്ള ഇതിൽ നിന്ന് 15.5 മില്യൺ ടൺ പെർ ആനം എന്നുള്ള ഒരു ലെവലിലേക്ക് അവർക്ക് കമ്പനിയെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. സിമെന്റിന്റെ പ്രൊഡക്ഷനിൽ ജൂട്ടിൽ ഏകദേശം 50,000 മെട്രിക് ടൺ ആണ് അവർ പെർ ആനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അയൺ ആൻഡ് സ്റ്റീലിൽ 3750 മെട്രിക് ടൺ ആണ്. ഇവരുടെ ജൂട്ട് പ്രോഡക്ട്സ് ജപ്പാൻ, USA, യൂറോപ്യൻ യൂണിയനിലൊക്കെ പോകാറുണ്ട്. അങ്ങനെ അതാണ് ഈ കമ്പനിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് അവരുടെ പ്രോഡക്റ്റുകൾ ബേസിക്കലി. കൂടുതൽ ഇൻഫർമേഷൻ അവരുടെ വെബ്സൈറ്റിൽ നിന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ഞാൻ സാധാരണ ഷെയർ സെലക്ട് ചെയ്യുമ്പോൾ ഈ 12 കണ്ടീഷൻസ് ആണ് ഞാൻ അപ്ലൈ ചെയ്യാറുള്ളത്. PE ഗ്രേറ്റർ ദാൻ 0, EPS ഗ്രേറ്റർ ദാൻ 0, സെയിൽസ് ക്വാർട്ടർ ഗ്രേറ്റർ ദാൻ 0. അതായത് അവർ സെയിൽസ് നടത്തുന്ന ഒരു കമ്പനിയാണ്. ഇയർ ഓൺ ഇയർ സെയിൽസ് ക്വാർട്ടർ വേരിയേഷൻ 0% മുകളിലായിരിക്കണം. അതായത് അവർക്ക് കഴിഞ്ഞ വർഷത്തെക്കാൾ ഏറെ ബിസിനസ് ഈ വർഷം അവർ ചെയ്തിരിക്കണം. നെറ്റ് പ്രോഫിറ്റ് ക്വാർട്ടർ എന്ന് പറയുന്നത് 0ക്ക് മുകളിലായിരിക്കണം. അതായത് ഒരു സർപ്ലസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏതൊരു കമ്പനിയുടെയും ബേസിക് റിക്വയർമെന്റ് എന്ന് പറയുന്നത്. അല്ല ലോസ് ആണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഓവർ എ പീരീഡ് ഓഫ് ടൈം അവർക്ക് ലോസ് കോമ്പൻസേറ്റ് ചെയ്യാനും പിന്നീട് പുതിയ ലാഭം ഉണ്ടാക്കാനും വേണ്ടിയിട്ട് അവർക്ക് കൂടുതൽ കഷ്ടപ്പാടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും നെറ്റ് പ്രോഫിറ്റ് ഗ്രേറ്റർ ദാൻ 0 ലേറ്റസ്റ്റ് ക്വാർട്ടറിന്റെ ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റ് വേരിയേഷൻ -10% മുകളിൽ. അതായത് ചെറിയ എമൗണ്ട് ഒക്കെ അവർക്ക് വേണമെങ്കിൽ അവരുടെ ക്യാപെക്സിനോ അല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവാക്കിയാലും കുഴപ്പമില്ല. അങ്ങനെ ഉള്ള ഒരു കമ്പനിയാണ് ഞാൻ സെലക്ട് ചെയ്യാറുള്ളത്. പിന്നെ പണയം അവർ പ്രൊമോട്ടേഴ്സ് 10%-ലധികം പ്ലെഡ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആ കമ്പനി അവോയ്ഡ് ചെയ്യാറുണ്ട്. അൺപ്ലെജ്ഡ് പ്രൊമോട്ടർ ഹോൾഡിംഗ് അറ്റ്ലീസ്റ്റ് 30% ആയിരിക്കണം. ചേഞ്ച് ഇൻ പ്രൊമോട്ടർ ഹോൾഡിംഗ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനിയുടെ ഷെയറുകൾ പ്രൊമോട്ടർ കഴിഞ്ഞ ക്വാർട്ടറിൽ വിറ്റിട്ടുണ്ടാകരുത്. വാങ്ങിയിട്ടുണ്ടെങ്കിൽ വളരെ നല്ലത്. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ 0:1 ആയിരിക്കണം. ലയബിലിറ്റി ബൈ അസറ്റ് കറന്റ് റേഷ്യോ മോർ ദാൻ 1. അതായത് അസറ്റ് ഒരു കമ്പനി ആയിരിക്കണം ലയബിലിറ്റിയെക്കാട്ടിലും. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് 10%-എങ്കിലും വേണം. ഇത് മീറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ബിർള കോർപ്പ്. പിന്നെ ഞാൻ ഇവിടെ 35 വീഡിയോ ആണ് ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ളത്. അതിന്റെ ഒരു റിസൾട്ട് കൂടെ ഇവിടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ആസ് ഓൺ ഡേറ്റ് 3 കമ്പനികൾ ലോസിലാണ്. ഞാൻ 2019-ലെ 4 വീഡിയോയും 31 വീഡിയോ 2020-ലുമാണ് ഓഗസ്റ്റ് സെപ്റ്റംബറിലുമാണ് ക്രിയേറ്റ് ചെയ്തിരുന്നത്. അപ്പോ അതിനകത്തുനിന്ന് ആസ് ഓൺ ഡേറ്റ് ഏകദേശം 35-ൽ 26 എണ്ണവും 10%-ന് മുകളിലും 20 എണ്ണം 20%-ന് മുകളിലുമാണ്. അതിന്റെ ഡാറ്റയൊക്കെ നിങ്ങൾക്ക് കാണാം. ചിലയിടത്ത് നല്ല ഓപ്പർച്യൂണിറ്റി തന്നിട്ട് അത് കറക്ഷൻ ഉണ്ടായ ഷെയറുകളുണ്ട്. GMM ഫോഡ്ലർ അവരുടെ പ്രൊമോട്ടറിന്റെ സെല്ല് വന്നത് ഞാൻ ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ടായിരുന്നു. അത് വളരെ നെഗറ്റീവായിട്ട് അതിനെ ഇമ്പാക്ട് ചെയ്യുകയുണ്ടായി. പിന്നെ HAL ഏകദേശം അത് റിക്കവർ ആയി ഓൾമോസ്റ്റ് അടുത്ത് വന്നിട്ടുണ്ട്. വെസ്റ്റ് കോസ്റ്റ് പേപ്പർ കണ്ടിന്യൂസ് ക്വാർട്ടേഴ്സിൽ ലോസ് ആണ് അവർ ഡിക്ലെയർ ചെയ്തത്.
അപ്പൊ അതിനുശേഷം ആ ഷെയർ അണ്ടർ പെർഫോം ചെയ്തു. ബാക്കി കോറമണ്ടൽ കാര്യമായിട്ട് പെർഫോം ചെയ്തിട്ടില്ല. 9% ഇടയ്ക്കൊന്ന് കൂടിയിരുന്നു. എഞ്ചിനീയറിംഗ് ആണെങ്കിലും 13% പോയിട്ട് ഇപ്പം ജസ്റ്റ് 4%. ബാക്കി എല്ലാ ഷെയറുകളും 5% പ്രോഫിറ്റിന് മുകളിലാണ് ആസ് ഓൺ ഡേറ്റ്. ഇത് ജസ്റ്റ് ഒരു അവകാശവാദത്തിന് വേണ്ടിയിട്ടല്ല. നമ്മൾ ഒരു മെത്തഡോളജി അപ്ലൈ ചെയ്യുമ്പോൾ അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഔത്സുക്യം കൊണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പേജാണ്. ഇതിന്റെ ലിങ്ക് ഞാൻ വീഡിയോയിലിടാം. അത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ശേഷം എത്ര ദിവസം കൊണ്ടാണ് അത് പെർഫോം ചെയ്തതെന്ന് ചാർട്ട് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. അപ്പോൾ നമുക്ക് ഇതിന്റെ ട്രേഡിംഗ് ഫണ്ടമെന്റൽ ആൻഡ് ടെക്നിക്കൽ ഡാറ്റ എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇന്ന് അത് 733.90 ഓപ്പൺ ചെയ്തത്. അത് 747.10 വരെ പോവുകയുണ്ടായി. 728 ലോവസ്റ്റ് പ്രൈസ്. 743.90 ക്ലോസിംഗ്. അതായത് ലാസ്റ്റ് 30 മിനിറ്റിന്റെ ആവറേജ് 743.90 ആയിരുന്നു. ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് 746. കഴിഞ്ഞ ദിവസം 730.90 ക്ലോസ് ചെയ്തിരുന്നത്. 1.78% ഗ്രോത്തോടു കൂടിയാണ് ഇന്ന് അത് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 13,148 ട്രേഡുകളായിരുന്നു BSEയിലും NSEയിലും കൂടെ നടന്നത്. 5,14,916 ക്വാണ്ടിറ്റിയാണ് ട്രേഡ് ചെയ്യപ്പെട്ടത് BSEയിലും NSEയിലും കൂടെ. അതിനെ നമ്മളൊരു പൈസയായിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 38 കോടി രൂപയ്ക്കാണ് അതിന്റെ ടേൺ ഓവർ എന്ന് പറയുന്നത്. അതിൽ 3.74 ലക്ഷം ഷെയറും ഡെലിവറിയിലാണ് പോയിരിക്കുന്നത്. അതായത് ഇന്ന് വാങ്ങിയിട്ട് അത് വിറ്റ് പോയിട്ടില്ല, ആരോ അത് ഹോൾഡ് ചെയ്യുന്നുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഡെലിവറി അതിനെ ഒരു പൈസയിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 27.61 കോടി രൂപയ്ക്കാണ് ഡെലിവറി ആയിരിക്കുന്നത്. BSEയിലും NSEയിലും കൂടെ കൂടിയിട്ട് 72.68% ഡെലിവറി പെർസെന്റേജ് ഉണ്ടായിരുന്നു. ടേൺ ഓവറിനെ നമ്പർ ഓഫ് ട്രേഡ്സ് വെച്ച് ഡിവൈഡ് ചെയ്താൽ ഓൺ ആൻ ആവറേജ് എത്ര രൂപയ്ക്കാണ് ട്രേഡ് ചെയ്തതെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അത് 28,900 രൂപയ്ക്കാണ് ഇന്ന് ഒരു ആവറേജ് ട്രേഡ് നടന്നിരിക്കുന്നത്. അതായത് 39 ക്വാണ്ടിറ്റി. അതായത് ആവറേജ് ക്വാണ്ടിറ്റി പെർ ട്രേഡ് എന്ന് പറയുന്നത് ടോട്ടൽ വോളിയം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ട്രേഡ്സ്. ടേൺ ഓവറിനെ ടോട്ടൽ വോളിയം വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 737 രൂപ 70 പൈസ ആവറേജ് പ്രൈസ് അത്രയുമാണെന്ന് നമുക്ക് കാണാൻ പറ്റും. ഈ വാല്യൂസ് ഒക്കെ തന്നെ ഒരു കമ്പാരിസണിന് വേണ്ടിയിട്ട് 1 വീക്ക്, 1 മന്ത്, 3 മന്ത്, 1 ഇയർ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഫണ്ടമെന്റൽ ഡാറ്റ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് 1-ാം തീയതിയാണ്. അതായത് 728 രൂപ 35 പൈസ വെച്ചിട്ടാണ് ഇതിനകത്ത് പല വാല്യൂസും PE, ഇൻഡസ്ട്രിയൽ PE അല്ലെങ്കിൽ ഡിവിഡൻഡ് ഈൽഡ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. 11.03 ഇതിന്റെ PE. ഇൻഡസ്ട്രി PE എന്ന് പറയുന്നത് 17.53 ആയതുകൊണ്ടാണ് അവിടെ ഗ്രീൻ കളർ കൊടുത്തിരിക്കുന്നത്. സെപ്റ്റംബറിന്റെ റിസൾട്ടാണ് ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്നത്. EPS 65.6, ഫേസ് വാല്യൂ 10 ഉണ്ട്. ഏർണിംഗ് ഈൽഡ് 11.13 ഡിവിഡൻഡ് കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. 1.03 അവരുടെ ഡിവിഡൻഡ് ഈൽഡ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ക്വാർട്ടറിൽ, സെപ്റ്റംബർ ക്വാർട്ടറിൽ 1,654 കോടി രൂപയ്ക്കായിരുന്നു അവരുടെ സെയിൽസ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ വർഷമായിട്ട് 2019 കമ്പയർ ചെയ്യുമ്പോൾ 1.68% കൂടുതലായിരുന്നു. അവർ നെറ്റ് പ്രോഫിറ്റ് ഡിക്ലെയർ ചെയ്തത് 166.62 കോടി രൂപയാണ്. അത് 88.61% കൂടുതലാണ് കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക്. 7.7 കോടി ഷെയർ ആണുള്ളത്. അതില് 62.9% ഷെയറും പ്രൊമോട്ടറാണ് ഹോൾഡ് ചെയ്തിരിക്കുന്നത്. പ്ലെഡ്ജിങ് ഒട്ടും തന്നെ ഇല്ല. അവര് ചേഞ്ച് ഇൻ പ്രൊമോട്ടർ ഹോൾഡിംഗും ഉണ്ടായിട്ടില്ല. പിന്നെ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ 0.69 ആണ്. കറന്റ് റേഷ്യോ 1.23 ആണ്. അതായത് അസറ്റിന്റെ ലയബിലിറ്റിയെക്കാട്ടിലും 1.23 ടൈംസ് ഉണ്ട്. അവർക്ക് ROCE 12.21 ആണ്. 5,728 കോടി രൂപയാണ് അവരുടെ ആസ് ഓൺ ഡേറ്റ് മാർക്കറ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. റിസർവ്സ് ഉണ്ട് 4,939 കോടിയും ഇൻവെസ്റ്റ്മെന്റ് 649 കോടി രൂപയ്ക്കും ഉണ്ട്. ഇതിന്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നമ്മൾ കഴിഞ്ഞ കുറെ കാലത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ പ്രൊമോട്ടറിന്റെ ഹോൾഡിംഗ് സ്റ്റേബിൾ ആണ്. FIIs കുറച്ചിട്ടുണ്ട്. അതേസമയം DIIs കൂട്ടിയിട്ടുണ്ട്. 18.57% ആണ് ഇപ്പോ ആസ് ഓൺ ഡേറ്റ് ജനറൽ പബ്ലിക്കിന്റെ കയ്യിലുള്ളത്. നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിലുള്ളത്. SMAകളും EMIകളും എല്ലാം തന്നെ ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസിന് താഴെ ആയതുകൊണ്ട് അതൊരു സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ആണ് ഇവിടെ ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്നത്. അത് പല പീരിയോഡിസിറ്റിയുടെ കൊടുത്തിട്ടുണ്ട്. RSI 59.01 ആണ്, ബുള്ളിഷ് ആയിട്ടിരിക്കുകയാണ്. MACD 1.75 പോസിറ്റീവ് ടെറിട്ടറിയിലാണ്. DMI പ്ലസ്, DMI മൈനസിനെക്കാട്ടിലും കൂടുതലാണ്. ADX ഒരു 24 വരികയാണെന്നുണ്ടെങ്കിൽ കുറെ കൂടെ നല്ലതാണ്. അതുകൊണ്ടാണ്
അത് ഒരു റെഡിഷ് കളറിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ റെഡിഷ് കളർ എന്ന് പറയുന്നത് ശ്രദ്ധയിൽ പെടാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒരു മോശം വാല്യൂ എന്ന് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ശ്രദ്ധിക്കണം അത്രമാത്രം. അതാണ് അതിനകത്ത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ ചാർട്ടിൽ ഞാൻ വോളിയം അല്ല ഉപയോഗിച്ചിരിക്കുന്നത്, ഡെലിവറി ടേൺ ഓവർ ആണ്. ഗ്രീൻ കളറിലുള്ളത് എത്ര കോടി രൂപയ്ക്കാണ് ഓരോ ദിവസവും ഡെലിവറി ആയിരിക്കുന്നതെന്ന് ഉള്ളതാണ്. അത് പ്രീവിയസ് ഇവന്റുകളിൽ അതെങ്ങനെയാണ് വർക്ക് ചെയ്തതെന്നുള്ളതും, അതുപോലെ തന്നെ ഒരു സപ്പോർട്ടും റെഡ് കളറിൽ ഒരു റെസിസ്റ്റൻസും എക്സ്പെക്ടഡ് ആയിട്ടുള്ള സപ്പോർട്ടും റെസിസ്റ്റൻസും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഒരു ആവറേജ് ട്രേഡ് വർത്ത് ഒരു ഷാർപ്പ് ഇംപ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. ഡെലിവറി ടേൺ ഓവറിൽ ഒരു ഷാർപ്പ് ഇംപ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ സപ്പോർട്ടിന് പ്രത്യേക നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്.